പ്രേക്ഷകര് ഇവിടെ കാണുന്നത് ഒരു പുഴയുടെ ഒരു വശത്ത് പ്രസിഡന്റ് ട്രംപ് നിൽക്കാണ്. പുഴയുടെ മറുഭാഗത്ത് ഇറാന്റെ പ്രസിഡന്റാണ് നിൽക്കുന്നത്. അപ്പോൾ രണ്ടുപേർക്കും ഇടയിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഹംസം വഴിയാണ്. ഇവിടെ ആ ഒരു ഹംസം എന്ന് പറയുന്നത് നമ്മുടെ മുനീറാണ്, അസിം മുനീർ. നമുക്ക് അദ്ദേഹത്തെ ഹംസം മുനീർ എന്ന് വിളിക്കാം. സോ പ്രസിഡന്റ് ട്രംപിന്റെ സന്ദേശവും വഹിച്ചുകൊണ്ട് ഹംസം മുനീർ നമ്മുടെ ഇറാനിലേക്ക് പോവാണ്. പ്രസിഡന്റ് ട്രംപിന് പറയാനുള്ള കാര്യങ്ങൾ ഹംസം മുനീർ ഇറാന്റെ പ്രസിഡന്റിനോടും ഇറാന്റെ ആർമിയോടും മറ്റ് നേതാക്കളോടും ഒക്കെ പോയി പറയും. ഇതാണ് ഹംസം മുനീറിന്റെ ജോലി എന്ന് പറയുന്നത്. ഞാനിത് പ്രേക്ഷകർക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇവിടെ ഈ ഹംസം എന്ന് പറയുന്നത് ഒരു സന്ദേശവാഹകൻ മാത്രമാണ്, അല്ലാതെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു മീഡിയേറ്റർ അല്ല. കഴിഞ്ഞ ദിവസം പ്രേക്ഷകരെല്ലാവരും ചില ചിത്രങ്ങൾ കണ്ടു കാണും, വീഡിയോ ദൃശ്യങ്ങളും കണ്ടു കാണും. ഇറാനിലോട്ട് പാകിസ്ഥാനിൽ നിന്ന് അസീം മുനീറിന്റെ നേതൃത്വത്തിൽ ഒരു ടീം പോവാണ്. അസീം മുനീർ നേരിട്ട് പോവാണ്. പോകുന്നത് അമേരിക്കയുടെ സന്ദേശവും കൊണ്ടാണ്. ഇത് പറഞ്ഞത് അമേരിക്കൻ മാധ്യമങ്ങളാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് മീഡിയേറ്റർ ചെയ്യുന്ന പണിയല്ല. മീഡിയേറ്റർ എന്ന് പറയുന്നത് മറ്റൊരു രാജ്യത്തിന്റെ സന്ദേശം കൊണ്ട് കൊടുക്കുന്ന പണിയല്ല ചെയ്യുന്നത്. മീഡിയേറ്റർ എന്ന് പറയുന്നത് രണ്ടു കൂട്ടർക്കും പ്രശ്നമില്ലാത്ത വിധം ഈ വിഷയത്തിൽ ഒരു പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരാളായിരിക്കും. പലപ്പോഴും മീഡിയേറ്റർ തന്നെ രണ്ടു കൂട്ടർക്കും സ്വീകാര്യമായ നിർദ്ദേശങ്ങളും മുന്നോട്ട് വയ്ക്കും. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം സത്യത്തിൽ ഒരു മീഡിയേറ്റർ ലെവലിൽ ഇടപെടാൻ ഇന്ന് വളർന്നിട്ടില്ല. പാകിസ്ഥാനേക്കാൾ ഭംഗിയായിട്ട് മീഡിയേഷൻ വഹിക്കാൻ ഒരുപക്ഷെ തുർക്കിക്കും അല്ലെങ്കിൽ നമ്മുടെ ഖത്തർ പോലുള്ള രാജ്യങ്ങൾക്കും കഴിയും. പക്ഷെ പാകിസ്ഥാൻ ആ ഒരു റോളിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ അവർക്ക് അതിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. കാരണം ഇവിടെ അങ്ങനെ ഒരു ഗ്ലോബൽ സ്വാധീനം ഉണ്ടാക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. പാകിസ്ഥാന്റെ നിലവിലുള്ള ആകെയുള്ളൊരു സ്വാധീനം അവരുടെ കയ്യിൽ ആണവായുധമുള്ളതുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിലുള്ള ഒരു സ്വാധീനമാണ്. അതും ഇപ്പോൾ പരിമിതമായിട്ട് മാറുകയാണ്. കാരണം സൗദിയും പാകിസ്ഥാനും തമ്മിൽ എഗ്രിമെന്റ് സൈൻ ചെയ്തത് മറ്റ് പല ഇസ്ലാമിക രാജ്യങ്ങളെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ ഏതൊരാക്രമണം നിങ്ങൾക്ക് നേരെ നടന്നാലും സഹായിക്കാൻ ഞങ്ങൾ എത്തും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇറാൻ സൗദിയിലേക്ക് ആക്രമണം നടത്തിയ സമയത്ത് പാകിസ്ഥാൻ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതും ലോകം കണ്ടതാണ്. ശരിക്കും ഇവിടെ ഹംസം മുനീറിന്റെ ഒരു ജോലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലുള്ള പണികൾ ചെയ്യുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, പാകിസ്ഥാന്റെ ഈ ആർമി ചീഫ് ഈ ഒരു ചെയ്യുന്ന കാര്യം നമുക്ക് ഇന്ത്യക്കാർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മുടെ ഏതെങ്കിലും ഒരു സൈനിക മേധാവിയോ പ്രധാനമന്ത്രിയോ ഒക്കെ മറ്റൊരു രാജ്യത്തിന്റെ സന്ദേശം വഹിച്ചുകൊണ്ട് വേറൊരു രാജ്യത്തേക്ക് പോവാണ്. അതിനൊന്നും നമ്മളെയൊന്നും കിട്ടില്ലെന്ന് മാത്രമല്ല, നമുക്കൊന്നും അങ്ങനെ ഒന്നും സങ്കല്പിക്കാൻ പോലും പറ്റില്ല. പക്ഷെ പാകിസ്ഥാൻ അത് കഴിയും. കാരണം ട്രംപ് കുറച്ച് ഡോളർ എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതല്ല, ഇതിന്റെ അപ്പുറം എന്ത് ചെയ്യാനും തയ്യാറായിട്ട് അസീം മുനീർ റെഡിയായിട്ട് മുന്നോട്ട് വരും എന്നുള്ളതാണ്. കാരണം അമേരിക്കയെ എതിർത്തുകൊണ്ട് നിഷേധിച്ചുകൊണ്ടൊരു നിലനിൽപ്പ് പാകിസ്ഥാന് സാധ്യമല്ല. പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഇത്രയേറെ പാദസേവ ചെയ്യുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിന് ലളിതമായ കാരണം ഓപ്പറേഷൻ സിന്ദൂർ ആയിരുന്നു. ഈ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടാവുന്നത് വരെ പാകിസ്ഥാൻ ശരിക്കും അമേരിക്കയോടൊരു മിനിമം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരുന്നു. ചൈനയോട് വളരെ അടുത്താണ് നിന്നത്. ചൈനയെ പ്രകോപിപ്പിക്കാതിരിക്കാൻ അമേരിക്കയുമായിട്ട് വലിയ അടുപ്പം കാണിച്ചില്ല. പക്ഷെ എല്ലാ കണക്കൂട്ടലും തെറ്റുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്താണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഇന്ത്യ പാകിസ്ഥാനെ തലങ്ങും വിലങ്ങും അടിച്ചൊതുക്കിയതോടെ അമേരിക്കയുടെ പ്രൊട്ടക്ഷൻ തങ്ങൾക്ക് ആവശ്യമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ നൂറ്റാണ്ടിലുടനീളം അമേരിക്കയുടെ ചേരിയിൽ നിന്നത് തന്നെ അതുകൊണ്ടാണ്. US സഹായം എല്ലാം എപ്പോഴും കിട്ടുമെന്ന് ഒരു പ്രതീക്ഷ പാകിസ്ഥാൻ ഉണ്ടായിരുന്നു. ഇത്തവണ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ അടി ഉണ്ടായപ്പോൾ ഇനി അമേരിക്കയുടെ പ്രൊട്ടക്ഷൻ ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. ചൈന വാചകം അടിക്കുക അല്ലാതെ ഒരു പരിധി വിട്ട് സഹായിക്കുകയില്ല എന്നും മനസ്സിലായി. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള റിലേഷൻ ഇത്തിരി മോശമായതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മേൽ എന്തെങ്കിലും ഒരു പ്രഷർ ചെലുത്തിക്കൊണ്ട് യുദ്ധം നിർത്തിക്കാനോ വെടിനിർത്തൽ ഉണ്ടാക്കാനോ ഒന്നും ചൈനയെ കൊണ്ട് പറ്റില്ലെന്നും പാകിസ്ഥാൻ മനസ്സിലാക്കിയിട്ടാണ് അമേരിക്കയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചത്. അന്ന് തുടങ്ങിയ പാദസേവയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു വലിയ രാജ്യത്തിന്റെ ആർമി ചീഫിന്റെ ഗതികേടാണ് ഇതിൽ പരം മാനക്കേട് പാകിസ്ഥാൻ ഇനി വേറെ എന്താണ്? പക്ഷെ ഇതിനെയും അവര് PR വർക്ക് നടത്തിയിട്ട് വലിയൊരു സംഭവമായിട്ടാണ് കാണിക്കുന്നത്. ശരിക്കും ഹംസത്തിന്റെ ജോലിയാണ് ചെയ്യുന്നത്, അതുപോലും ചെയ്യുന്നില്ലെന്ന് വേണമെങ്കിൽ പറയാം. അമേരിക്കൻ പ്രസിഡന്റിന്റെ സന്ദേശം കൊണ്ട് പോയിരിക്കുകയാണ് ഇറാനിലോട്ട്. നാണക്കേടല്ലാതെ മറ്റെന്താണത്, അല്ലേ? മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.